അപ്പോൾ നമുക്ക് ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ക്രിക്കറ്റ് വാർത്ത എടുത്തിട്ട് പാട്ടിലേക്ക് പോയാലോ? നിങ്ങളെല്ലാം റെഡിയല്ലേ? ഇൻസ്ട്രുമെന്റ്സ് എല്ലാം റെഡിയല്ലേ? അപ്പോൾ ആ വാർത്ത ഞാനൊന്ന് പെട്ടെന്ന് പറയാം. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ നമ്മൾ തോറ്റു ഗൈസ്. നാണം കെട്ട തോൽവിയായിപ്പോയി. ഇങ്ങനെയൊന്നും അല്ല കളിക്കേണ്ടത്. 6 വിക്കറ്റിനാണ് ഓസ്ട്രേലിയയുടെ ജയം. ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി സ്വന്തമാക്കി. അനൂപ് ഷൺമുഖൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് അനൂപ് ഷൺമുഖൻ. ഇത് എന്തൊരു കളിയാണ്! ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് നമ്മുടെ ഇന്ത്യ പുറത്തായിരിക്കുകയാണ്. സുജയ, തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രത്യേകിച്ച് രണ്ടാം ഇന്നിംഗ്സിൽ നമുക്ക് വേണ്ടി പന്തെറിയാൻ ജസ്പ്രീത് ബുംറ എന്ന നമ്മുടെ വിശ്വസ്തനായ ക്യാപ്റ്റൻ കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. 162 റൺസ് എന്നുള്ള ഒരു ലക്ഷ്യമാണ്, 161 റൺസ് എന്നൊരു ചെറിയ ലക്ഷ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് അനായാസം കഴിയുകയും ചെയ്തു. വെറും 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഓസ്ട്രേലിയ ആ ടെസ്റ്റ് ജയിച്ചിരിക്കുന്നു, സിഡ്നി ടെസ്റ്റ് ജയിച്ചിരിക്കുന്നു. ഇതോടുകൂടി പരമ്പര 3-1 എന്ന സ്കോറിന് സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയ. അതിനർത്ഥം തുടർച്ചയായിട്ട് 4 തവണ ഓസ്ട്രേലിയ പരാജയപ്പെട്ട ഒരു പരമ്പരയിൽ അവർ വീണ്ടും ട്രോഫി നേടിക്കൊണ്ട് മറ്റൊരു തിരിച്ചടി കൂടി ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്നു. അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ തുടർച്ചയായിട്ടുള്ള 3-ാം തവണയും കളിക്കാൻ ഇന്ത്യ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. പകരം ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരിക്കും ഇത്തവണ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ കളിക്കുക, ലോക ടെസ്റ്റ് ചാമ്പ്യൻ ആകാൻ വേണ്ടി. എന്തായാലും ഈ പരമ്പര ഇന്ത്യക്ക് ഒരു തിരിച്ചറിവിൻ്റെതാണ്. ഒപ്പം വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്തുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ മത്സരങ്ങളെല്ലാം സംഭവിക്കുന്നത്. പെർത്തിൽ അതിഗംഭീരമായിട്ടുള്ളൊരു ജയം നേടി അവിശ്വസനീയമായി തുടങ്ങിയ ഇന്ത്യ, അതായത് ആദ്യ ഇന്നിംഗ്സിൽ തകർന്നടിഞ്ഞതിന് ശേഷം അതിശക്തമായി തിരിച്ചു വന്ന് വലിയ പോരാട്ട വീര്യം കാഴ്ചവെച്ച ജസ്പ്രീത് തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. നമ്മൾ തിരിച്ചു വരും. ഇതിലും വലിയ തോൽവികളിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. താങ്ക് യു ഡോക്ടർ.